ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഏറ്റവും ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു എളുപ്പമുള്ള കേക്കാണ് കേട്ടത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് ഈസി ആയിട്ട് ഗ്ലാസ്സിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, കുക്കറിൽ വെച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് എടുത്തിട്ട് അതിൽ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് പൊടിഞ്ഞു കിട്ടും, അതുകൊണ്ടാട്ടോ അതിലേക്ക് ചേർത്ത് പൊടിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ആ കപ്പ് തന്നെ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയാണ്. പിന്നെ മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന കപ്പ് ഏതാണോ ആ കപ്പ് തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ, കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും ചെയ്യും. അപ്പോൾ ആ ഒരു കപ്പിന് ഒരു കപ്പ് മൈദ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ ഇല്ല കേട്ടോ, ബേക്കിംഗ് പൗഡർ. അത് 1 സ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മൾ ഈ പൊടിച്ചെടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും കൂടി ഇല്ലേ, അത് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആ കപ്പിന് തന്നെ അരക്കപ്പ് അളവിൽ പാല് ചേർക്കുക കേട്ടോ. ഞാൻ പാല് ചേർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നോക്കിയത് ക്യാമറ ഓണല്ലാന്ന്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓണാക്കിയതാണ് കേട്ടോ. അപ്പോൾ അരക്കപ്പ് തന്നെ പാല് ചേർത്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള പാലാട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലല്ല കേട്ടോ ചേർക്കേണ്ടത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അത്ര തന്നെ സൺഫ്ലവർ ഓയിൽ, അരക്കപ്പത്തിന് എത്രയാണോ പാലെടുക്കുന്നത് അത്ര തന്നെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക, അരക്കപ്പ് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റാണ്. ഇനി വേറെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് പക്കാണ് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികമായിട്ട് പാല് കൂടിപ്പോവുക, അതുപോലെ ഭയങ്കര കട്ടിയാവുക, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ബാറ്റർ ഫുള്ള് മിക്സ് ആയെന്ന് കണ്ടാൽ നമ്മൾ മിക്സ് ചെയ്ത് നിർത്തുക. ഓവർ മിക്സ് ആയാലും കേക്ക് ഹാർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓവർ മിക്സ് ചെയ്യാതെ എല്ലാം ഒന്ന് മിക്സ് ആയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് നിർത്താം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ പെർഫെക്റ്റ് ആയിട്ടായി കേട്ടോ അർത്ഥം. ഒരു കട്ടിയുമല്ല എന്നാൽ ഒരു ലൂസും അല്ലാത്തൊരു പരിവായിരിക്കും കേട്ടോ. ഇനി ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഗ്ലാസ്സിലാണ്, നമ്മുടെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ, ആ ഗ്ലാസ്സിൽ തന്നെ ഏത് ഗ്ലാസ്സോ പാത്രമോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഗ്ലാസ്സിലേക്ക് കിട്ടും, അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ നല്ലപോലെ ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബേക്കായത് കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓയിൽ ഫുള്ള് തടവി കൊടുത്തിട്ട് നമ്മളെ ബാറ്റർ ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസ് ഫുള്ളായിട്ട് ഒഴിക്കരുത്, അതിൻ്റെ ആ ഒരു മുക്കാൽ ഭാഗം മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം കേക്ക് ബേക്കായി വരുന്ന സമയത്ത് പൊങ്ങി വരും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വന്ന് വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം മാത്രം ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതാ ഇതേപോലെ കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ കുക്കറിൻ്റെ മൂടിയുടെ വിസിൽ ഊരി മാറ്റിയ ശേഷം അടച്ച് വെച്ച് കറക്റ്റ് ഒരു 15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെറും 15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ എടുക്കുന്ന ബാറ്ററിൻ്റെ അളവ് കുറേ അധികം എടുക്കുകയാണെങ്കിൽ മാത്രം ടൈം കൂടും. ഇതേപോലെ 2 ഗ്ലാസ്സോ 3 ഗ്ലാസ്സോ മാത്രമാണെങ്കിൽ വെറും 15 മിനിറ്റ് മാത്രം കുക്ക് ചെയ്യുക. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് സമയം നോക്കിയാൽ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ ഗ്യാസ് ഓഫ് ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ഞാനൊരു 25 മിനിറ്റ് എടുത്തു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കേക്ക് കുറച്ച് ഓവർ കുക്ക്ഡ് ആയിട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവർ കുക്കായി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസിൻ്റെ അടിയിൽ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഗ്ലാസ്സിൽ നിന്ന് വിട്ട് കിട്ടത്തില്ല പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ കറക്റ്റ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. 15 മിനിറ്റ് എന്ന് വെച്ചാൽ 15 മിനിറ്റ് തന്നെ അതിൽ കൂടി പോയത് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പിച്ചി പറിച്ച് എടുത്തു അത്. പക്ഷേ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നവർക്ക് ഇതിൽ തുടങ്ങി ട്രൈ ചെയ്യുക കേട്ടോ. അത്രയും എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര സ്വീറ്റാണ്, പിന്നെ ഭയങ്കര സോഫ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ മകനൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കഴിച്ചു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നൊരു സ്പോഞ്ച് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ മൈദപ്പൊടിയിലല്ല, നമുക്ക് ഗോതമ്പ് പൊടിയിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ കൂടുതൽ റെസിപ്പീസ് കാണാനായിട്ട് നമ്മളെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ടാറ്റാ.